അടുത്തതായി പോളിനേഷൻ. മെയിൽ ഗാമെറ്റ് ഫീമെയിൽ ഗാമെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നടക്കേണ്ട പ്രോസസ്സാണ് പോളിനേഷൻ. എന്താണ് പോളിനേഷൻ? ലോവർ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പോളിനേഷൻ. പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് ഷെഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റിഗ്മയിൽ വരുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. സോ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ആന്തറിൽ നിന്ന് ഷെഡ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പേരാണ് പോളിനേഷൻ. അപ്പോൾ നമ്മുടെ മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും പ്ലാന്റ്സിൻ്റെ എൻജിയോസ്പേം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നോൺ മോട്ടൈലാണ്. അപ്പോൾ മെയിൽ ഗാമെറ്റ് എങ്ങനെയായിരിക്കും സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴുക അല്ലെങ്കിൽ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യുക? അതിന് വേറെ കുറേ എക്സ്റ്റേണൽ ഏജൻസിൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രോസസ്സിനെ പോളിനേഷൻ എന്ന് പറയുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോളിനേഷൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസ്, അത് എയറോ വാട്ടറോ വിൻഡോ ഇൻസെക്ട്സോ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസിലൂടെ ആയിരിക്കും പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് ഷെഡ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ അതിലെ സ്റ്റിഗ്മയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഷെഡ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ പിസ്റ്റിലിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. അതിന് ആൻജിയോസ്പേമിൽ ഡിഫറെൻ്റ് ആയിട്ട് അമേസിംഗ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻസിലൂടെ പോളിനേഷൻ അച്ചീവ് ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോളിനേഷൻ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. 3 ഡിഫറെൻറ്റ് ടൈപ്പ് പോളിനേഷൻ നമുക്ക് പറയാം. ഒന്നാമതായിട്ട് പറയുന്നതാണ് ഓട്ടോഗാമി. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എന്നാണ് അർത്ഥം. ഓട്ടോഗാമിക്ക് വേറൊരു പേരാണ് സെൽഫ് പോളിനേഷൻ. ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ. സോ വീടിൽ തന്നെയുണ്ട്. പോളിനേഷൻ നടക്കുന്നത് ഒരേ ഫ്ലവറിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ. ആന്തർ ടു ദ സ്റ്റിഗ്മ, ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ തന്നെയാണ് ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് ആന്തർ ഒരു ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ, ഒരേ ഫ്ലവറിൽ തന്നെയാണ് പോളൻ ഗ്രെയിൻസും അതിൻ്റെ സ്റ്റിഗ്മയും തമ്മിൽ ലാൻഡിങ് നടക്കണമെന്നില്ല ആ പോളിനേഷൻ വിളിക്കുന്നത് ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ. ഒരു സാധാരണ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ നോർമൽ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണ്? അതിലെ ആന്തറും അതിൻ്റെ സ്റ്റിഗ്മയും ഒക്കെ ഹൈലി എക്സ്പോസ്ഡ് ആയിരിക്കും, നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. അങ്ങനത്തെ കേസുകളിൽ ഓട്ടോഗാമി റെയറായിട്ട് നടക്കുള്ളൂ. അപ്പോൾ നമുക്കതിന് വേണ്ടത് പോളിനേറ്റിംഗ് ഏജൻസുകളാണ്. സോ ഓട്ടോഗാമി നടക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഓട്ടോഗാമി നടക്കുക? ഒരേ ഫ്ലവറിൽ മെയിലും ഫീമെയിൽ ഗാമെറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഓട്ടോഗാമി നടക്കണമെന്നില്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും റിലീസ് ചെയ്യുന്ന ടൈം സെയിം ആയിരിക്കണം. അതായത് ഒരു സിങ്ക്രണി ഉണ്ടായിരിക്കണം. സോ ആദ്യത്തെ ഫീച്ചർ സിങ്ക്രണി. സിങ്ക്രണി റിലീസ് ഓഫ് ഗാമെറ്റ്സ്. ഇവിടെ സിങ്ക്രണി ആര് തമ്മിൽ? സിങ്ക്രണി ഇൻ ആര് തമ്മിൽ? പോളൻ റിലീസ്. പോളൻ റിലീസ്. പോളൻ റിലീസ് ചെയ്യുന്ന സമയവും അതുപോലെ തന്നെ അതിനെ റിസീവ് ചെയ്യുന്ന ആളാരാണ്? സ്റ്റിഗ്മ. സിങ്ക്രണി ഇൻ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി. പോളൻ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റിഗ്മ അതിനെ റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഒരു ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ നടക്കുകയുള്ളൂ. സോ ദർ ഷുഡ് ബി എ സിങ്ക്രണി ബിറ്റ്വീൻ ദ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി. രണ്ടും ഒരേ സമയത്ത് പോളൻ റിലീസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റിഗ്മ റിസീവ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആണെങ്കിൽ അവിടെ ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ നടക്കും. അതുമാത്രം പോരാ, രണ്ടാമതൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ആന്തർ and stigma should lie close to each other. രണ്ടും അടുത്തടുത്ത പൊസിഷനിലാണ് ഇരിക്കുന്നത്. രണ്ടും അടുത്തടുത്ത പൊസിഷനിലാണ്. സ്റ്റിഗ്മയും അതുപോലെ ആന്തറും അടുത്തടുത്താണ് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഓട്ടോഗാമി നടക്കുള്ളൂ, അഥവാ സെൽഫ് പോളിനേഷൻ. സോ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ആണ്. സെയിം ഫ്ലവറിലായിരിക്കണം. അതിന് രണ്ടും പോളൻ റിലീസ് ചെയ്യുന്ന സമയവും സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന സമയം ഒരേ സമയം സിങ്ക്രണസ് ആയിരിക്കണം.
സെയിം ടൈം ആയിരിക്കണം. അതുപോലെ ആന്തറിൻ്റെയും സ്റ്റിഗ്മയുടെയും പൊസിഷൻസ് അടുത്തടുത്തായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ നടക്കുകയുള്ളൂ. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് പ്ലാന്റ് ആണ് ഓക്സാലിസ്. ഓക്സാലിസ് അഥവാ വേറൊരു പ്ലാന്റാണ് കമോലിന. ഓക്സാലിസ് ആൻഡ് കമോലിന എക്സാമ്പിളുകളാണ് ഓക്സാലിസ് ആൻഡ് കമോലിന. ഓക്സാലിസ് ആൻഡ് കമോലിനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും 2 ടൈപ്പ് ഫ്ലവറുകൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഫ്ലവറുകളാണ്. ഒന്ന് ചാസ്മോഗാമസ്, ചാസ്മോഗാമസ്. രണ്ടാമത്തത് ക്ലീസ്റ്റോഗാമസ്. 2 ടൈപ്പ് ഫ്ലവറുകളാണ് ഈ ഓക്സാലിസ് ആൻഡ് കമോലിന പ്രൊഡ്യൂസ് ചെയ്യുക. ചാസ്മോഗാമസ് ഫ്ലവറുകളും പ്രൊഡ്യൂസ് ചെയ്യും, ക്ലീസ്റ്റോഗാമസ് ഫ്ലവറുകളും പ്രൊഡ്യൂസ് ചെയ്യും. ചാസ്മോഗാമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്ലവറാണ്. ആന്തറും സ്റ്റിഗ്മയും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള നോർമൽ ഫ്ലവർ പോലത്തെ ഫ്ലവറാണ് ചാസ്മോഗാമസ് ഫ്ലവർ. അതേസമയം ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. അതിലെ ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തായിരിക്കും. അതുപോലെ അത് ഫ്ലവർ ഓപ്പൺ ആയിരിക്കില്ല, ഒരു ബഡ് കണ്ടീഷനിൽ ബഡിലായിരിക്കും അതിൻ്റെ ആന്തറും സ്റ്റിഗ്മയും ഉണ്ടായിരിക്കുക. സോ ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൻ്റെ പ്രത്യേകത അതിൻ്റെ ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തായിട്ട് ഒരു ബഡിൽ വിത്തിൻ ദ സെയിം ബഡിലായിരിക്കും ആന്തറും സ്റ്റിഗ്മയും. അപ്പോൾ അത് ഒരിക്കലും ഓപ്പൺ ചെയ്യാത്തൊരു ഫ്ലവറാണ് ക്ലീസ്റ്റോഗാമസ്. കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ചാസ്മോഗാമസ്. അപ്പോൾ ഈ ഓക്സാലിസ് ആൻഡ് കമോലിന പോലത്തെ പ്ലാന്റുകളിൽ ഈ 2 ടൈപ്പ് ഫ്ലവറുകളും കാണും. നോർമലായിട്ടുള്ള കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ആന്തറും സ്റ്റിഗ്മി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചാസ്മോഗാമസ് ഫ്ലവറും കാണാൻ പറ്റും. അതുപോലെ ആന്തറും സ്റ്റിഗ്മി ഒരു ബഡിലായിട്ട് ഒരിക്കലും ഓപ്പൺ ചെയ്യാത്ത ടൈപ്പ് ഒരു ഫ്ലവറാണ് ക്ലീസ്റ്റോഗാമസ്. 2 ടൈപ്പ് ഫ്ലവറുകളാണ്. ഇനി നോക്കുകയാണെങ്കിൽ ക്ലീസ്റ്റോഗാമസ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൽ നമുക്ക് ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ നടക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്നാൽ ഒരു ബഡിൻ്റെ ഉള്ളിലാണ് ഈ ആന്തറും സ്റ്റിഗ്മ ഇരിക്കുന്നത്. 2ൻ്റെയും പൊസിഷൻ അടുത്തടുത്തായിരിക്കും. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൈക്ക് ക്ലോസ് ടു ഈച്ച് അതർ, രണ്ടും അടുത്തടുത്തായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ എപ്പോഴൊക്കെ ആന്തർ ഡെഹിസ് ചെയ്ത് പുറത്ത് വരുന്നുണ്ടോ അത് ആ ഫ്ലവർ ബെഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീഴുക. അതായത് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, സ്റ്റിഗ്മയുണ്ട്. സോ ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തായിരിക്കുന്നതുകൊണ്ട് ആന്തർ ഡെഹിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാൻസ് സ്റ്റിഗ്മയിൽ തന്നെ വീഴാൻ തന്നെയാണ്. സോ പോളൻ ഗ്രെയിൻസ് എങ്ങനെ തന്നെയായാലും ആന്തറിനെ ഡെഹിസ് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് സ്റ്റിഗ്മയിലേക്ക് തന്നെ എത്തിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ഫ്ലവർ ബഡിലാണ്. അപ്പോൾ അവിടെ പോളിനേഷൻ നടക്കുമെന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യം. സോ ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫ്ലവറാണ് ഓക്സാലിസ് ആൻഡ് കമോലിനിൽ കാണുന്ന ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. സോ ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൻ്റെ പ്രത്യേകത നമുക്ക് പോളിനേഷൻ നടക്കുമെന്നുള്ളത് ഷുവറാണ്. ബിക്കോസ് ബോത്ത് ആന്തർ ആൻഡ് സ്റ്റിഗ്മ പ്രസൻറ്റ് ഇൻ ദ ബഡ് ഫോം ആൻഡ് ദേ ആർ ലൈക്ക് ക്ലോസ് ടു ഇത്, രണ്ടും അടുത്തടുത്തിരിക്കുന്നുണ്ട്. പോളിനേറ്റേഴ്സിൻ്റെ ഒരു എക്സ്റ്റേണൽ പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമേ അവിടെ ഇല്ല. അതുമാത്രമല്ല ഇങ്ങനെ പോളിനേഷൻ നടക്കുന്നത് കൊണ്ട് ആന്തർ ഡെഹിസ് ചെയ്ത് അവിടെയുള്ള സ്റ്റിഗ്മയിൽ തന്നെ വീഴുന്നത് കൊണ്ട് പോളിനേഷൻ നടക്കുമെന്നുള്ളതും ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ സീഡ് ഫോർമേഷനും നടക്കുന്ന ഉറപ്പാണ്. സോ ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൻ്റെ പ്രത്യേകത എഷ്വേഡ് ആയിട്ടുള്ള സീഡ് സെറ്റ്. ഡെഫിനറ്റ്ലി അവിടെ ഒരു സീഡ് സെറ്റ് ഫോർമേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യം തന്നെയില്ല. സോ ക്ലീസ്റ്റോഗാമസിൻ്റെ പ്രത്യേകത എഷ്വേഡ് ആണ്, എഷ്വേഡ് സീഡ് സെറ്റ്. സീഡ് ഫോർമേഷൻ നടക്കുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്, പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യവുമില്ല. അതാണ് നമ്മുടെ ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ജെയ്റ്റനോഗാമി. അടുത്ത ടൈപ്പ് ഓഫ് പോളിനേഷനാണ് ജെയ്റ്റനോഗാമി. ജെയ്റ്റനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജെയ്റ്റ്നോ എന്ന് പറഞ്ഞാൽ നെയ്ബർ. ഈ വേർഡിൻ്റെ അർത്ഥം നെയ്ബറാണ്. നെയ്ബറായിട്ടുള്ള ഫ്ലവറുകളിൽ തമ്മിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ ജെയ്റ്റനോഗാമി. അതായത് ഒരു പ്ലാന്റിൽ 2 ടൈപ്പ് ഫ്ലവർ കാണാം. ഒന്ന് ചിലപ്പോൾ മെയിൽ ഫ്ലവർ ആവാം, വേറൊരു ഫ്ലവർ ആ പ്ലാന്റിൽ കാണുന്നത് ഫീമെയിൽ ഫ്ലവർ ആവാം. അല്ലെങ്കിൽ ആ പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരു ഫ്ലവറിൽ തന്നെ കാണാനും പറ്റും. എന്തൊക്കെയാണെങ്കിലും ട്രാൻസ്ഫർ ഓഫ് ആന്തർ ഓർ പോളൻ ഗ്രെയിൻസ്, ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ വേറൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വീഴുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ജെയ്റ്റനോ. പക്ഷേ ആ ഫ്ലവർ ആ പ്ലാന്റിൽ തന്നെ കാണപ്പെടുന്നത് നിർബന്ധമാണ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ അനദർ ഫ്ലവർ ഇൻ ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിലുള്ള 2 ഫ്ലവറുകൾ തമ്മിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജെയ്റ്റനോഗാമി.
ഒരേ പ്ലാന്റിലെ 2 ഫ്ലവർ, ഒരു പ്ലാന്റിലെ ഒരു മെയിലും അതേ പ്ലാന്റിലെ വേറെ ഫ്ലവറായ ഫീമെയിൽ ഫ്ലവറും തമ്മിൽ ട്രാൻസ്ഫർ ഓഫ് ആന്തർ ടു ദ സ്റ്റിഗ്മ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജെയ്റ്റനോഗാമി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഒരു ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ അതൊരു ക്രോസ് പോളിനേഷനാണ്. ഒരു ഫ്ലവറിൽ നിന്ന് വേറൊരു ഫ്ലവറിലേക്ക്, അത് സെയിം പ്ലാന്റിലായിക്കോട്ടെ, പക്ഷെ ഒരു വേറെ ഫ്ലവറിലേക്ക് പോകുന്നത് കൊണ്ട് അതിനെ നമ്മൾ ഫങ്ഷണലി നോക്കുകയാണെങ്കിൽ അത് ഒരു ക്രോസ് പോളിനേഷനാണ്. ഫങ്ഷണലി നോക്കുമ്പോൾ അത് ക്രോസ് പോളിനേഷനാണ്. ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ. പക്ഷേ ജനറ്റിക്കലി നോക്കുകയാണെങ്കിൽ അത് എന്ത് തന്നെയാണ്? ഓട്ടോഗാമിയാണ്. കാരണം രണ്ടും സെയിം പ്ലാന്റിലായതുകൊണ്ട് അവരുടെ ജീനുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവില്ല, ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. സോ ജനറ്റിക്കലി അത് നോക്കുകയാണെങ്കിൽ, ജനറ്റിക്കലി നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഓട്ടോഗാമി ആയിരിക്കും. അതായത് സെൽഫ് പോളിനേഷൻ പോലെ തന്നെയുള്ള പോളിനേഷൻ ആയിരിക്കും ജെയ്റ്റനോഗാമിയിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളതാണ് സീനോഗാമി. സീനോഗാമി എന്ന് പറഞ്ഞാൽ അതർ എന്നാണ് അർത്ഥം. ഇവിടെ നെയ്ബർ എന്നാണ് അർത്ഥം. ജെയ്റ്റനോ, സീനോ എന്ന് പറഞ്ഞാൽ അതർ. വേറെ ഫ്ലവറിൽ ഒരു ചെടിയുടെ ഒരു ഫ്ലവറും അതിൻ്റെ സെയിം സ്പീഷീസിലെ വേറൊരു ചെടിയുടെ ഫ്ലവറും തമ്മിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സീനോഗാമി. ട്രാൻസ്ഫർ ഓഫ് pollen grain from the anther from a plant to the stigma of the another plant of a flower ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീനോഗാമി. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സ്പീഷീസുകൾ അല്ലെങ്കിൽ 2 പ്ലാന്റുകൾ തമ്മിലാണ് നടക്കുക. ഒരു ഫ്ലവറും വേറൊരു ഫ്ലവർ 2 പ്ലാന്റുകളിലായിട്ടാണ് കാണപ്പെടുക. ഒരു പ്ലാന്റിലുള്ള ഒരു ഫ്ലവർ വേറൊരു പ്ലാന്റ്, അതിൻ്റെ തന്നെ വേറെ സ്പീഷീസിലുള്ള വേറൊരു പ്ലാന്റിലെ ഫ്ലവറുമായിട്ട് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതാണ് സീനോഗാമി. അതിനെ നമുക്ക് വേറൊരു പേര് കൊണ്ട് വിളിക്കാൻ പറ്റും, ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ. സോ ക്രോസ് പോളിനേഷൻ നടക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളിലെ ഫ്ലവർ തമ്മിൽ, ഒരു ഫ്ലവറിലെ ആന്തറും വേറൊരു പ്ലാന്റിലെ സ്റ്റിഗ്മയുമായിട്ട് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതാണ് സീനോഗാമി അഥവാ ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സീനോഗാമി അഥവാ ക്രോസ് പോളിനേഷൻ. സോ വേരിയേഷൻസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ക്രോസ് പോളിനേഷനാണ് നടക്കുക. നേച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലും അവർ എൻകറേജ് ചെയ്യുക ക്രോസ് പോളിനേഷൻ. ഓട്ടോഗാമിനേക്കാളും കൂടുതൽ എൻകറേജ് ചെയ്യുക അവർ ക്രോസ് പോളിനേഷൻ ആയിരിക്കും. ഒരിക്കൽ കൂടി പറയാം, ഓട്ടോഗാമി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ബൈസെക്ഷൽ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവറിൽ മെയിൽ ഫീമെയിൽ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ആണെങ്കിൽ ഓട്ടോഗാമി അഥവാ സെൽഫ് പോളിനേഷൻ. അതിന് പോളൻ റിലീസും സ്റ്റിഗ്മ റെസിറ്റിവിറ്റിയും ഒരേ സമയത്തായിരിക്കണം. 2 പേരുടെയും പൊസിഷൻ, ആന്തറിൻ്റെയും സ്റ്റിഗ്മയുടെയും പൊസിഷൻ അടുത്തടുത്തായിരിക്കണം. അതിൽ ക്ലീസ്റ്റോഗാമസ് പോലത്തെ ഫ്ലവറുകളിലാണെങ്കിൽ അത് എഷ്വേർഡ് ആയിരിക്കും സീഡ് സെറ്റ് ഫോർമേഷൻ, ബിക്കോസ് അതൊരു ബഡിലായിരിക്കും ആന്തറും സ്റ്റിഗ്മയും തമ്മിലുള്ള പൊസിഷൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആന്തർ ഡെഗസ് ചെയ്താൽ അതിലത്തെ സ്റ്റിഗ്മയിൽ തന്നെ വീഴുള്ളൂ. സോ ഉറപ്പായിട്ടും പോളിനേഷൻ നടക്കുകയും സീഡ് ഫോർമേഷൻ നടക്കുകയും ചെയ്യും. അവിടെ ഒരു പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമേ ഇല്ല. അടുത്തത് ജെയ്റ്റനോഗാമി ആണെങ്കിൽ ഒരു പ്ലാന്റിലെ 2 ഫ്ലവറുകൾ തമ്മിൽ പോളിനേഷൻ നടക്കുകയാണ്. ട്രാൻസ്ഫർ ഓഫ് ആന്തർ ഫ്രം 1 ഫ്ലവർ ടു അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് ആണെങ്കിൽ ജെയ്റ്റനോഗാമി. സോ ഫങ്ഷണലി നോക്കുമ്പോൾ അത് ഒരു ഫ്ലവറിൽ നിന്ന് വേറെ ഫ്ലവർ സെയിം പ്ലാന്റിലായതുകൊണ്ട് ക്രോസ് എന്ന് പറയും. ജനറ്റിക്കലി സെയിം പ്ലാന്റിലായതുകൊണ്ട് ജനറ്റിക്കലി അത് ഓട്ടോഗാമി എന്ന് പറയും. മൂന്നാമതായത് ക്രോസ് പോളിനേഷൻ അഥവാ സീനോഗാമി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറും മറ്റൊരു പ്ലാന്റിൻ്റെ അതേ സ്പീഷീസിലെ മറ്റൊരു പ്ലാന്റിൻ്റെ വേറൊരു ഫ്ലവറും, ഒരു പ്ലാന്റിൻ്റെ ആന്തറും മറ്റൊരു പ്ലാന്റിൻ്റെ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്കാണ് പോളിനേഷൻ നടക്കുകയാണ്, റിലീസ് ചെയ്യണത്, പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യണമെങ്കിൽ അത് ക്രോസ് പോളിനേഷൻ. മോർ നമ്പർ ഓഫ് വേരിയേഷൻസ് ഉണ്ടാവുന്നത് എപ്പോഴും ക്രോസ് പോളിനേഷനിലായിരിക്കും.